ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലം ന്യായപ്രമാണവും പുതിയ നിയമവും കൂടി ഒന്നിച്ചു പോകുന്ന ഒരു ക്രമീകരണം സഭയിൽ ചിലർ പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ദുരുപദേശത്തിനെതിരെ പൗലോസ് പ്രതികരിച്ചിരിക്കുന്ന ഒരു ലേഖനം. നമ്മൾ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗത്തിൽ പൗലോസ് പറയുന്ന പരിച്ഛേദന ചിലർ പ്രശംസയ്ക്കായിട്ട് ചെയ്യുന്നു. ചിലർ അതൊരു അഭിമാനം പോലെ, ഞാൻ പരിച്ഛേദന ഏറ്റതാണ്, അതൊരു അഭിമാനത്തിനു വേണ്ടി ചെയ്യുന്ന ആളുകൾ. അതെന്തോ വലിയൊരു കാര്യം ചെയ്തു എന്ന് മറ്റുള്ളവരെക്കാൾ തങ്ങൾ ശ്രേഷ്ഠരാണെന്ന് പറയുവാൻ കാണിക്കുന്ന ഒരു ക്രമീകരണമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നിങ്ങൾ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത്. എന്നാൽ പൗലോസൂടെ പറയുകയാണ്, അഗ്രചർമ്മമോ പരിച്ഛേദനയോ അല്ല കാര്യം, പുതിയ സൃഷ്ടിയ. അഗ്രചർമ്മവും പരിച്ഛേദനയും ഇത് ശരീരത്തിൻ്റെ പുറത്ത് കാണിക്കുന്ന ഒരു കാർമ്മിക ആചാരം മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ ഹൃദയത്തിൻ്റെ അകത്ത് മാറ്റം വരുത്തുന്നില്ല എങ്കിൽ അതൊക്കെ വെറുതെയാണ്. മാത്രമല്ല, അത് ന്യായപ്രമാണത്തിൻ്റെ ഉടമ്പടിയുടെ പ്രതീകമാണത്. അത് ആചരിച്ചവൻ അല്ലെങ്കിൽ ആ കാർമ്മിക ശുശ്രൂഷ ഏറ്റവൻ അവൻ ന്യായപ്രമാണം ആചരിക്കുന്നതുമില്ല. അപ്പോൾ ഉടമ്പടി ഏറ്റെടുത്തവൻ ആചരിക്കാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിക്കാരായിരിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ഉടമ്പടിയുടെ ചിഹ്നമായ പരിച്ഛേദന ആവശ്യമില്ല എന്ന് സ്ഥാപിച്ചിട്ട് പൗലോസ് അവിടെ വേർതിരിച്ചു പറയുന്ന ഒരു പദമാണ് നാം ഇന്ന് ചിന്തയ്ക്കായെടുത്തത്. പ്രശംസ എന്നുള്ളതാണല്ലോ നമ്മുടെ ചിന്ത. പ്രശംസ നോക്കണ ദൈവമക്കളെ, സ്തോത്രം. ഇന്ന് ലോകത്തിൽ അനേക ആളുകൾ സ്വയപ്രശംസക്കാർ, എങ്ങനെയും തങ്ങളെ തന്നെ ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. അത് ആത്മീയ ഗോളത്തിലും ഭൗമിക ഗോളത്തിലും അതിൻ്റെ അതിപ്രസരങ്ങൾ നടക്കുകയാണ്. ഏത് സ്ഥലത്തു പോയാലും ഞാൻ ആ സ്ഥലത്തെ ഉന്നതനാണെന്ന് കാണിക്കുവാൻ എന്തു ചെയ്യാനും മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അതങ്ങനെ ആത്മീയ ഗോളവും അധപ്പതിച്ചു പോയി എന്നത് ഈ പകൽക്കാലം വേദനയോടുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രശംസിക്കുവാനാണെങ്കിൽ അനേകം കാര്യങ്ങളുള്ള പൗലോസ് പറയുകയാണ്, ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ എനിക്കിടവരരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഏറ്റവും വലുത് കാണുന്ന ഒരു മനുഷ്യൻ ചെറുതിൽ പ്രശംസിക്കാൻ താല്പര്യപ്പെടുകയില്ല. നോക്കണം, അപ്പോസ്തലനായ പൗലോസിൻ്റെ തനിക്ക് പ്രശംസിക്കാൻ വകയുണ്ട് എന്ന് പറയുന്ന 1 കൊരിന്ത്യർ 12-ാം അധ്യായം നാം വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറയുന്നുണ്ട്, പ്രശംസിക്കുന്നത് വലിയ പ്രയോജനമൊന്നുമില്ലെങ്കിലും ചിലത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് 3-ാം സ്വർഗത്തോളം താൻ എടുക്കപ്പെട്ടതും തനിക്ക് പ്രശംസിക്കാൻ വകയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വലുത് കാണുന്നവർ ഈ ലോകത്തിൻ്റെ ചെറിയ കാര്യങ്ങളിൽ പ്രശംസ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് മുമ്പ്
40 ദിവസത്തെ ഉപവാസത്തിൽ മരുഭൂമിയിലായിരിക്കുമ്പോൾ അതിൻ്റെ അവസാന നാളുകളായിരിക്കാം യേശുവിനെ പിശാച് പരീക്ഷയിലേക്ക് കൊണ്ടുപോകുന്നു. നമുക്കറിയാം 3 വിധ പരീക്ഷകളാണ് പിശാച് കർത്താവിൻ്റെ നേരെ ഉപയോഗിച്ചത്. ആ 3 പരീക്ഷകളെയും കർത്താവ് അതിജീവിക്കുന്നതിൻ്റെ കാരണം, പ്രൈസ് ലോർഡ്, അവൻ ലോകത്തിൽ എന്ത് കണ്ടോ അതിനേക്കാൾ വലുത് കണ്ടിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അവനെ ആദ്യം കൊണ്ട് കാണിക്കുന്നത് ലോകത്തെ മുഴുവൻ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം തന്നേക്കാം. അണ്ടകടാഹങ്ങൾ മുഴുവൻ കണ്ട കർത്താവിന്, പ്രൈസ് ലോർഡ്, ഈ ഭൂമിയെ മാത്രം കാണിച്ച, സകല ഗാലക്സികളെയും നിർമ്മിച്ചവനായ ദൈവത്തിന് മുമ്പിൽ ഈ ചെറിയൊരു ഭൂമിയെ കാണിച്ചാൽ അവൻ എങ്ങനെ തോന്നും? അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ ലോകത്തിൽ വലുത് കാണാത്ത, അല്ലെങ്കിൽ വലുത് കണ്ടിട്ട് ചെറുത് കാണിക്കുമ്പോൾ ആ ചെറുതിനെക്കുറിച്ച് വലിയ പ്രശംസയൊന്നും തോന്നുകയില്ല. പലപ്പോഴും ഈ ലോകത്തിൽ പ്രശംസിക്കുന്ന ആളുകൾ അവർ ഏറ്റവും ചെറുതാണ് കണ്ടിരിക്കുന്നത്, അതിൻ്റെ വലുത് അവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നത്. പക്ഷേ പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലുത് ക്രൂശാണ്. ആ ക്രൂശ് കണ്ടു കഴിഞ്ഞപ്പോൾ, അതിൻ്റെ വലിപ്പം മനസ്സിലാക്കിയപ്പോൾ, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ, പ്രൈസ് ലോർഡ്, പൗലോസ് അതിൽ പ്രശംസിക്കുവാൻ തുടങ്ങി. ഒരു ചിന്തയും കൂടെ ഇതിനോട് ചേർന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കണം, മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 7 ഭൂതം പിടിച്ചൊരു സ്ത്രീയാണ്. അവൾ ഈ ലോകത്തിൽ തെരുവിലൂടെ അലഞ്ഞ് അനേക ആളുകളുടെ നിന്ദാപാത്രമായവൾ. പക്ഷെ യേശുവിൻ്റെ സാമീപ്യം അവളിൽ നിന്ന് ഭൂതത്തെ കളയുകയും അവൾ നല്ലൊരു സ്ത്രീയായി തീരുകയും ചെയ്യുന്ന ഒരനുഭവം അവൾക്ക് ലഭിച്ചു. നോക്കണം, ലോകത്തിൽ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ പോയ ഒരു പെൺകുട്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൾ ഏറ്റവും മനോഹരയായ ഒരു സ്ത്രീയായി മാറുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ മഗ്ദലക്കാരത്തി മറിയയാണ്, സ്തോത്രം, തൻ്റെ ഹല്ലേലൂയ സ്തോത്രം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആ സ്തോത്രം ഒരുക്കി വച്ച സുഗന്ധവർഗവുമായി യേശുവിൻ്റെ കല്ലറയിലേക്ക് ചെന്ന് ആ ശവശരീരത്തിൽ അർപ്പിക്കുവാൻ വേണ്ടി കറിച്ചില്ലെന്നത്. അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ആ തോട്ടക്കാരനാണ് അവിടെ നിൽക്കുന്നതെന്ന് യൂഹിച്ചിട്ട് അവൾ പറയുകയാണ്, ശവശരീരം, യേശുവിൻ്റെ ശവശരീരം എവിടെയാണ് വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് പൊക്കൾക്കാം. ഒരു പുരുഷൻ്റെ ശരീരം എടുക്കാനുള്ള കഴിവ് ഈ ബലഹീനയായ സ്ത്രീക്കില്ല. പക്ഷെ അവൾക്ക് പറയാനൊരു വാക്കുണ്ട്, പ്രൈസ് ലോർഡ്, എൻ്റെ ഈ ശരീരത്തെ, അല്ലെങ്കിൽ ഇന്ന് എനിക്കുള്ള ആരോഗ്യമുള്ള, കണ്ടാൽ മറ്റുള്ളവർ മാന്യമായി നിൽക്കുന്ന ഈ ശരീരത്തെ ബഹുമാനിപ്പിക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, 4 പേരുടെ മുമ്പിൽ നല്ലൊരു സ്ത്രീ എന്ന പേർ പറയത്തക്ക രീതിയിൽ എന്നെ നിർത്തിയ സ്വബുദ്ധി എനിക്ക് തന്ന ആ യേശുവിൻ്റെ ശരീരത്തെ ഹല്ലേലൂയ ദുർഗന്ധം വമിപ്പിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പോൾ അവൾക്കത് പ്രശംസയാ. അവൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഞാനാക്കിയത് ഈ ശവശരീരമായി കിടക്കുന്ന യേശു, പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ആ ശരീരം എവിടെ കൊണ്ടുവച്ചാലും ഞാൻ എടുത്തുകൊണ്ട് പൊക്കൊള്ളാം. അവൾക്കതിനെക്കുറിച്ച് പ്രശംസിക്കാൻ 1000 വാക്കുകളുണ്ട്. പൗലോസിന് പറയാനുണ്ട്, നിഷ്ഠൂരനായ, ക്രൂരനായ, ഈ ലോകത്തിൽ ഏറ്റവും അധമപ്രവൃത്തി ചെയ്ത, ഒരു മനുഷ്യന് പോലും ക്ഷമിക്കാൻ കഴിയാത്ത പാപത്തിൻ്റെ ചേറ്റിൽ കിടന്ന എന്നെ ഏറ്റവും നല്ലവനാക്കിയ, അല്ലെങ്കിൽ നിത്യതയ്ക്ക് അവകാശിയാക്കി തീർത്ത, ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് പ്രശംസിക്കുവാൻ കുതിരയല്ല ഉള്ളത്, പരീക്ഷത്തിൻ്റെ ഉള്ള ഹല്ലേലൂയ പൊസിഷനല്ല, മഹാപുരോഹിതൻ്റെ അധികാരപത്രം കയ്യിലുണ്ടെന്നുള്ളതല്ല, അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ കപ്പലിൻ്റെ ഉടമസ്ഥൻ എന്നുള്ളതല്ല, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നുള്ളതല്ല, വെളിപ്പാടിൻ്റെ ആധിക്യം ഹല്ലേലൂയ ഒത്തിരി ഉണ്ടെന്നുള്ളതല്ല. എനിക്കെന്തെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നുവെങ്കിൽ അത് ക്രൂശല്ലാതെ മറ്റൊന്നുമല്ല. ഈ പ്രവചനം 9-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്,
ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. നോക്കണം, പ്രൈസ് ലോർഡ്, ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലത്തിൽ പ്രശംസിക്കരുത്, ധനത്തിൽ പ്രശംസിക്കരുത്. കാരണം സ്തോത്രം, 1 രാജാക്കന്മാർ 11 നമ്മൾ വായിക്കുമ്പോൾ ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമൻ്റെ മൂഢത്തരങ്ങൾ നമ്മൾ കാണുവാനിടയായിത്തീരും. കാരണം അവൻ ദൈവത്തെ വിട്ടുപോയി ബറവോൻ്റെ സ്തോത്രം മകളെ കൂടാതെ അനേക ജാതീയ സ്ത്രീകളെ വിവാഹം കഴിക്കും. അതെല്ലാം പിൽക്കാലത്ത് അവൻ ഏറ്റവും ദോഷം ചെയ്യുന്നതായിട്ട് കാണും. അപ്പോൾ നോക്കണം, ജ്ഞാനിയിൽ ജ്ഞാനിയായിരുന്നവൻ പക്ഷേ അവൻ മൂഢത്വമായത് പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാനിടയായിത്തീരുന്നു. ന്യായാധിപന്മാർ 16:21 വായിക്കുമ്പോൾ ബലവാനായിരുന്ന ശിംശോൻ അവൻ്റെ അനേക കാര്യങ്ങൾ നമ്മളോട് വായിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ബലഹീനനായി പോയത് നമ്മളോട് കാണുവാനിടയായിത്തീരും. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 19 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ധനവാനായ ലോത്ത് ദരിദ്രനായി പോകുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ നോക്കുകയും മക്കളെ സ്തോത്രം, ഹല്ലേലൂയ, ബലത്തിലോ ധനത്തിലോ ജ്ഞാനത്തിലോ പ്രശംസിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കുമ്പോൾ അതിന് പൗലോസിനൊരു അഭിമാനമുണ്ട്. എന്തുകൊണ്ടെന്നാൽ സ്തോത്രം, ദൈവത്തിൽ പ്രശംസിക്കുകയാണ് ഈ ഭൂമിയിൽ ഏറ്റവും. യിരെമ്യാവ് പറയുന്നത്, ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നത് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് പ്രശംസിക്കുന്നുവെങ്കിൽ യഹോവയിൽ പ്രശംസിക്കട്ടെ. പൗലോസ് പറയുന്നു, ക്രൂശിലല്ലാതെ എനിക്ക് മറ്റെങ്ങും പ്രശംസിപ്പാനിട വരരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഹല്ലേലൂയ ഏറ്റവും വലുത് ക്രൂശാണ്, ഏറ്റവും വലുത് ദൈവമാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് നാം ദൈവത്തിൽ പ്രശംസിക്കുവാൻ തുടങ്ങും. നാം വായിച്ച ഗലാത്യ ലേഖനം 6 വാക്യത്തിൽ അങ്ങനൊരു വാക്യമുണ്ട്, താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്നൊരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കും. അപ്പോൾ നോട്, അല്പന്മാരാണ് പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിൽ മറ്റു പലതും പ്രശംസിക്കുന്നത്. കാരണം അവർ അല്പനായിരിക്കും, അവന് അതിൽ വലുതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ക്രൂശിൽ പ്രശംസിക്കാം, ക്രൂശിൽ മറഞ്ഞിരിക്കാം, യഹോവയിൽ പ്രശംസിക്കാം. ഹല്ലേലൂയ. മറ്റെല്ലാത്തിനേക്കാളും വലുത് നമുക്ക് കർത്താവാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിനെ പോലെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ എനിക്കിടവരരുതേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ജനത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ ലോകം ഹല്ലേലൂയ പ്രശംസയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകളുടെ ഒരു വലിയ കൂട്ടമുള്ള സ്ഥലമാണ്. അതിൻ്റെ മായാജാലങ്ങളിൽ പെട്ട് കുടുങ്ങിപ്പോയ അനേകരുണ്ട്. എന്നാൽ കർത്താവേ, അങ്ങാണ് ഏറ്റവും വലുതെന്നും അങ്ങ് ഹല്ലേലൂയ സ്തോത്രം ഏറ്റെടുത്ത ക്രൂശ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് ആയി തീർന്നുവെന്നതും ഞങ്ങൾക്ക് തന്ന ബോധ്യങ്ങൾ, അതേ കർത്താവേ, അതാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലുതെന്നും ഹല്ലേലൂയ ഞങ്ങൾക്ക് ലഭിച്ച ആ അനുഗ്രഹത്തെ എക്കാലത്തും പ്രശംസയോടെ, എക്കാലത്തും അതാണ് വലുതെന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാതിനേക്കാളും കർത്താവെ, ക്രൂശിൽ പ്രശംസിക്കുന്നവരായി, അതിൽ അഭിമാനം കൊള്ളുന്നവരായി ഞങ്ങളെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുന്ന വാക്കുപോലെ ഹല്ലേലൂയ പരിച്ഛേദന ഒരഭിമാനമാണെന്ന് കാണുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ പ്രൈസ് ദി ലോർഡ് പരിച്ഛേദനയേക്കാൾ വലുത് പുതിയ സൃഷ്ടിയാണ് എന്നവരെ ബോധ്യപ്പെടുത്തുമ്പോൾ, അതേ കർത്താവേ, ഒരു പുതുമനുഷ്യനായി തീർന്ന ക്രൂശ് പ്രശംസാ വിഷയമാക്കണമേ. പുതുമനുഷ്യനാക്കി ഞങ്ങളെ തീർത്ത ആ ക്രൂശ് പ്രശംസയായി ഞങ്ങൾക്ക് പരിണമിക്കട്ടെ. അതിനായി ഞങ്ങൾ ഒരുക്കണം. ഈ വചന കേൾവി അതിനായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.